ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. കൊല്ലം ഉളിയക്കോവിലാണ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നിരിക്കുന്നത്. ഫാത്തിമ മാത നാഷണൽ കോളേജിലെ വിദ്യാർത്ഥി ഫെബിനാണ് കൊല്ലപ്പെട്ടത്. ഫെബിന്റെ പിതാവ് ജോർജ് കോമസിനും കുത്തേറ്റു. ഫെബിനെ കൊലപ്പെടുത്തിയ നീണ്ടകര സ്വദേശി തേജസ് രാജ് മരിച്ചു. It's a murder of passion. Sudden provocation ആയിട്ടുള്ളതാണ്. And immediately that boy was also committed suicide. സൂയിസൈഡ് ചെയ്താരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. Connected ആണ് രണ്ടും. It's very unfortunate children these days don't have value മനസ്സിലാവുന്നില്ല ലൈഫിന്റെ. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഇസ് ദാറ്റ്. നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്, എല്ലാ CCTV എല്ലാം നോക്കുന്നുണ്ട്. ഏത് പെട്രോൾ പമ്പിൽ നിന്നാ ഇത് വാങ്ങിച്ച് ഇങ്ങനെ ആരാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സെല്ല് ചെയ്യുന്നേ അതും പരിശോധിക്കുന്നുണ്ട്, എല്ലാ ആംഗിൾ നോക്കുന്നുണ്ട്. പ്രതിയുടെ പേര്, റെയിൽവേ ട്രാക്കിൽ മരിച്ചയാളുടെ പേര് തേജസ് രാജ് ചവറ സ്വദേശിയാണ്, നീണ്ടകര. അതെല്ലാം നമ്മളിപ്പോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കണ്ടീഷൻ വി ഹാവ് ജസ്റ്റ് ഫൗണ്ട് ദാറ്റ് ഹി ഈസ് ദ വൺ ആൻഡ് ഹി ഈസ് നോ മോർ. അച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻ അത് കുഴപ്പമൊന്നുമില്ല. മൈനർ ഇഞ്ചുറി. ഓക്കെ. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഒരു വ്യക്തത ഇപ്പോഴും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഈ കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ്, ഈ പിന്നീട് സൂസൈഡ് ചെയ്യുന്നു, ആത്മഹത്യ ചെയ്യുന്നു ഈ കുട്ടി, ഇത് എന്താണ് കാരണം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ വ്യക്തതയുണ്ടോ ഇപ്പോൾ ഈ നിമിഷം? അമൃത, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം തന്നെയാണ് ഇപ്പോഴും പോലീസിന് വ്യക്തമല്ലാത്തത്. കാരണം അതിന് വിശദമായ കുടുംബക്കാരോടൊക്കെ ചോദ്യം ചെയ്ത് ഇപ്പോൾ ഈ കൊലപ്പെടുത്തിയിരിക്കുന്ന തേജസ് രാജ് ഇതുമായി ബന്ധപ്പെട്ട കുടുംബവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അക്കാര്യം നേരത്തെ പരിചയമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം. ഈ മരിച്ച ഫെബിനോടൊപ്പം തന്നെ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റിട്ടുണ്ട്, ഈ ആക്രമണത്തിൽ കുത്തേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഒപ്പം തന്നെ കുടുംബത്തിൽ അമ്മയും കൂടെയാണ് ഉണ്ടായിരുന്നത്. അമ്മയും അതായത് ഷോക്കിൽ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ആ പോലീസിനെ വലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം. പക്ഷേ ഈ വീട്ടിലേക്ക് എത്തുക, അതായത് ഒരു കാറിൽ വരുന്നു, കാർ റോഡിന് സമീപത്തായിട്ട് നിർത്തിയിട്ടതിനു ശേഷം വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു, കുത്തുന്നു. ആ കുത്തുന്നതിനൊപ്പം തന്നെ, കാരണം റോഡിലൊക്കെ തന്നെയും ആ ചോര നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോഡിലേക്ക് കയറി വരികയും ആ റോഡിന് സമീപം, അതായത് ആ കുത്താൻ ഉപയോഗിച്ച കത്തി റോഡിന്റെ വശത്ത് ഉപേക്ഷിച്ച നിലയിൽ തന്നെ പോലീസിന് കണ്ടെത്താനും വീട്ടിനകത്ത് വെച്ചായിരുന്നോ ലിജോ സംഭവം? അവിടെ ആവർത്തിക്കാമോ? വീട്ടിനകത്ത് വെച്ചായിരുന്നോ സംഭവം? അതെ, നമ്മൾ ഈ ദൃശ്യം, അതായത് കമ്മീഷണർ വരുന്ന സമയത്ത് വീട് തുറന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നോക്കുന്ന സമയത്ത് വീട്ടിനുള്ളിൽ ഉൾപ്പെടെ ചോരകൾ കിടപ്പുണ്ടായിരുന്നു. അതായത് നമ്മൾ അനുമാനിക്കേണ്ടത് വീട്ടിൽ വെച്ച് കുത്തുകയും അതിനുശേഷം ഒരു ബലപിടുത്തം ഉണ്ടായതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നിഗമനം. കാര്യം വീടിന്റെ മുൻവശത്തെല്ലാം തന്നെ ചോര കിടപ്പുണ്ട്. ഒപ്പം തന്നെ ചില ആളുകളൊക്കെ പറയുന്നു കുത്തുന്നതിന് മുൻപ് എന്തോ ഒരു ദ്രാവകം കൂടെ ഒഴിച്ചിരുന്നു എന്ന് പറയുന്നു. അക്കാര്യത്തിലൊക്കെ ഇനി ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അതായത് ആ വീട്ടിൽ നിന്നും റോഡിലേക്ക് കയറണമെങ്കിൽ കുറച്ച് ദൂരം നടന്ന് കയറേണ്ടിയിരിക്കുന്നു, അത് വീടിന്റെ മുറ്റത്ത് നിന്ന് കയറുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ നിന്നും കയറി റോഡിന്റെ മധ്യത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചോര തളം കെട്ടി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുത്തി ആ ഒരു ഇതിലായിരിക്കും പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തിട്ടുള്ളത്. 3 കുത്തുകളാണ് ആഴത്തിലേറ്റിരിക്കുന്നത്, കഴുത്തിലും ഒപ്പം തന്നെ വാരിയലിന്റെ ഭാഗത്തും ഉള്ളതാണ് പ്രധാനമായിട്ടും ഏറ്റിരിക്കുന്ന ആഴത്തിലേക്ക്.